വാർത്തകളിലേക്ക് കടക്കുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നതിൽ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കട്ടെ എന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്. പാലക്കാട് ഉൾപ്പെടെയുണ്ടായ തോൽവിയുടെ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് തനിക്കാണ്. തന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായെങ്കിൽ ഓഡിറ്റ് ചെയ്യപ്പെടണം. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളിയിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശരിയായ നിലയിൽ ഞങ്ങൾ വിലയിരുത്തും. ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവും. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുമ്പോൾ ക്രെഡിറ്റ് മറ്റുള്ളവർക്കും, പരാജയപ്പെടുമ്പോൾ പ്രസിഡന്റിനുമാണ്. സ്വാഭാവികമാണല്ലോ. ഞാനത് കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അതിലെനിക്ക് പരാതിയില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ എന്തിനാണ് കെട്ടിവെക്കുന്നത്? എനിക്ക് തന്നെയല്ല ഉത്തരവാദിത്തം. സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് ശിരസ വഹിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. വാർത്താ സമ്മേളനത്തിലെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെമാറും അതേപോലെ തന്നെ വിശകലനവുമായി ഡി ബിനോയും ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. ഡി ബിനോയിലേക്ക് എത്തുന്നതിന് മുമ്പ്, വിശകലനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം പത്രസമ്മേളനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകാം. റിയാസ്, ഈ ഒരു വാർത്താ സമ്മേളനം തീർച്ചയായും അല്പം തയ്യാറെടുപ്പ് സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ അന്ന് കെ സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനത്തിൽ ചില ന്യായീകരണങ്ങളായിരുന്നു പറഞ്ഞത്. അതായത് ഒട്ടും തയ്യാറെടുത്ത് വരാത്ത രീതിയിലുള്ള ചില ന്യായീകരണങ്ങൾ മാത്രമാണ് അന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് അല്പം തയ്യാറെടുത്ത് ആ ഒരു ഫലത്തെ എങ്ങനെ ന്യായീകരിക്കാം എന്നുള്ള തരത്തിലൊക്കെ ഒരു ന്യായീകരണമൊക്കെയാണ് എന്തായാലും കാണാൻ സാധിച്ചത്. എന്തായാലും രാജി ഉണ്ടാവില്ല അല്ലേ? കാളിദാസ്, രാജി ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൽ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കെ സുരേന്ദ്രൻ ഇതിലൊരു വ്യക്തത കൃത്യമായി വരുത്തിയിട്ടില്ല. രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന കാര്യത്തിന് അറിയിച്ചു എന്നോ അറിയിച്ചിട്ടില്ല എന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഇവിടങ്ങളിലായി അദ്ദേഹം ചില സൂചനകൾ നൽകി പോകുന്നുണ്ട്. താൻ ഈ സ്ഥാനത്ത് തുടരണമോ, സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരണമോ വേണ്ടയോ എന്ന് ഈ നിമിഷം കേന്ദ്രത്തിന് തീരുമാനിക്കാം. ഈ നിമിഷം മുതൽ താൻ തുടരണമോ അല്ല വേണ്ടയോ എന്നുള്ള കാര്യം കേന്ദ്രത്തിന് തീരുമാനിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ താൻ ഓഡിറ്റിംഗിന് വിധേയനാണ്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. സാധാരണ വിജയത്തിന്റെ ക്രെഡിറ്റ് പലരും എടുക്കുമ്പോഴും പരാജയത്തിന്റെ ഉത്തരവാദിത്തം പ്രസിഡന്റിനാണ് വന്നു ചേരുക എന്നത്, അത് തനിക്ക് പലപ്പോഴും അങ്ങനൊരു അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നൊരു കാര്യം കൂടി കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് BJPക്കകത്ത് തന്നെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നു. പാലക്കാട് പല നേതാക്കളും, പാലക്കാട് നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ, ഒപ്പം തന്നെ BJPയുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ശിവരാജൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളടക്കം കെ സുരേന്ദ്രനെതിരെ ശക്തമായ വിമർശനവുമായി പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടു കൂടിയാണ് കെ സുരേന്ദ്രൻ വന്നത്. കെ സുരേന്ദ്രൻ സാധാരണ വാർത്താ സമ്മേളനങ്ങളിൽ കാണുന്നത് പോലുള്ള ഒരു ശരീരഭാഷയായിരുന്നില്ല ഇന്ന് പ്രകടിപ്പിച്ചിരുന്നത്. സാധാരണ കാണുമ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരോടും സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം കയറാറുള്ളത്. എന്നാൽ ഇന്ന് അതായിരുന്നില്ല. നേരെ വന്ന് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്നു. അതിന്റെ വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതിനു ശേഷം പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായാണ് ഈ രാജ്യസന്നദ്ധതയെക്കുറിച്ചുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയത് എന്ന് ഏറെ ശ്രദ്ധേയമാണ്. LDFനെ നേരിടാൻ അവരെക്കാൾ തല്ലിപ്പൊളിയായ UDFനെ പിന്തുണയ്ക്കാൻ BJPക്കാവില്ല. അത് ദഹിക്കാത്ത ചില കോൺഗ്രസ് അനുകൂലികളാണ് ഇപ്പോൾ പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. അതിൽ ഒരു വ്യക്തത നമ്മൾ തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് പാർട്ടിക്കകത്തുള്ളവരെ കുറിച്ചല്ല, ചില ഓൺലൈൻ മാധ്യമങ്ങളെ കുറിച്ചാണ് താൻ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു. തന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ താൻ ഓഡിറ്റിംഗിന് വിധേയനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. BJPയിലെ പരസ്യ പ്രസ്താവനകൾ പാർട്ടി പരിശോധിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഈ പരസ്യ പ്രസ്താവന നടത്തിയവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല. മാത്രമല്ല, ഗത്യന്തരമില്ലാതെയാണ് C. കൃഷ്ണകുമാർ
സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നു. ഈ BJPക്കകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതിയുണ്ട്. പാലക്കാട് കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് കുമ്മനം രാജശേഖരനെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമാണ് പാനൽ അയച്ചത്. കേന്ദ്ര നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. അതിൽ തനിക്ക് പങ്കില്ല എന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ്. കാളിദാസ്. എന്തായാലും റിയാസ്, ഇപ്പോൾ ആ ഒരു ഇന്നിപ്പോൾ പറഞ്ഞു ആ ഉത്തരവാദിത്വം മൊത്തം, അല്ലെങ്കിൽ ഈ ഒരു പരാജയത്തിന്റെ ഉത്തരവാദിത്വം മൊത്തം തനിക്കാണ് അല്ലെങ്കിൽ അധ്യക്ഷനാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ട് അന്ന് തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു ആഭ്യന്തരമായ കലഹം കെ സുരേന്ദ്രനെതിരെ നടക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പലരും പരസ്യമായി പോലും രംഗത്ത് വരുന്നു. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ശിവരാജൻ അടക്കമുള്ള നേതാക്കൾ കെ സുരേന്ദ്രനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതിന് മറുപടി കൂടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് തനിക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്, ഒരു ടീമിനെ നയിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്, ആ സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ തനിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ BJPക്കകത്ത് ആഭ്യന്തര തർക്കം രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക കാലമില്ല. ആ സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ്, പാർട്ടി വലിയ A++ മണ്ഡലമായി കരുതിയ പാലക്കാട് ഏറ്റ ഒരു കനത്ത തിരിച്ചടി. അതിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കത്തിൽ തന്നെ നേതാക്കളടക്കം പിഴവുകൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരടക്കം തുടക്കത്തിൽ ആ സമയത്ത് ഈ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. ശിവരാജനെ പോലുള്ള നേതാക്കൾ പരസ്യമായി തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിമർശന വിധേയമായി ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന് ഇതിൽ നിന്നും കൃത്യമായി കൈകഴുകി പോകാനാവില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ശരി റിയാസ്, എന്തായാലും വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളാണ് റിയാസ് നൽകിയത്. നമ്മൾ ഇതിന്റെ ഒരു വിശകലനത്തിലേക്ക് പോകുമ്പോൾ ബിനോയ് ഉണ്ട്, അതിനെക്കുറിച്ച് കുറച്ച് പങ്കുവെക്കാൻ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച വിശകലനത്തെക്കുറിച്ച് സംസാരിക്കാൻ. ബിനോയ്, എന്തായാലും താൻ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചു. ഇനിയും കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് താൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നുള്ളത്. ഇത്തരത്തിൽ അയാൾ തന്നെ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ തന്നെ പറയുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം മൊത്തം തനിക്കാണ് എന്നുള്ളത്. ഇത്തരത്തിൽ കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ പറയുന്നതിൽ അല്ലെങ്കിൽ തുടരണമെന്ന് കേന്ദ്ര നേതൃത്വം വീണ്ടും നിർബന്ധിച്ചു കഴിഞ്ഞാൽ അത് കെ സുരേന്ദ്രനെതിരായിട്ടുള്ള BJPക്കുള്ളിലെ ചേരികൾ വലിയ രീതിയിൽ സംഘർഷം അല്ലെങ്കിൽ വലിയ രീതിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്കെല്ലാം കടക്കില്ലേ? നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ കെ സുരേന്ദ്രന് അനുകൂലമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയത്. ഇപ്പോൾ രാജിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല, കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു പഠനം ആവശ്യമാണ്. അതുതന്നെയാണ് സുരേന്ദ്രനും പറഞ്ഞത്. പാലക്കാട് സംബന്ധിച്ചിടത്തോളം പാലക്കാടുണ്ടായ പരാജയത്തെക്കുറിച്ച് ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചും ഒരു അന്വേഷണം ഉണ്ടാകും. അത്തരത്തിൽ ഒരു പഠനത്തിന് ശേഷം എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അത് കൃത്യമായി തീരുമാനമെടുക്കും എന്ന് പറയാൻ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായിരുന്ന ഒരു നിയമസഭാ സീറ്റ് നഷ്ടമാവുകയും ഒപ്പം പല സ്ഥലങ്ങളിലും വോട്ട് വിഹിതം കുറയുകയും ചെയ്തു. അവിടെ നിന്നൊക്കെ പാർട്ടി കൃത്യമായ ഒരു പഠനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ വീഴ്ചകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിക്ക് തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞു. അതിന്റെ ഫലമാണ് തൊട്ടു പിന്നാലെ എത്തിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തൃശൂർ ഉൾപ്പെടെയുള്ള സീറ്റ് കൈപ്പിടിയിൽ ഒതുങ്ങിയതും ഒപ്പം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ സുരേന്ദ്രന് അനുകൂലമായ ചില നീക്കങ്ങൾ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കേന്ദ്ര കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ദേശീയ കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു തന്നെ നമുക്ക് വ്യക്തമാണ്. അത്തരത്തിൽ ഒരു പിൻബലം കൂടി ലഭിച്ചതോടുകൂടിയാണ് കെ സുരേന്ദ്രൻ വ്യക്തമായി എടുത്തു പറഞ്ഞത്. പാർട്ടിക്ക് മുകളിലേക്ക് ഉയരുന്ന ശബ്ദങ്ങൾ ഏതായാലും അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടിയെ കുറ്റപ്പെടുന്ന രീതിയിലേക്ക് ആരെങ്കിലും ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ അതൊക്കെ തന്നെ പരിശോധിക്കപ്പെടും എന്നുള്ളതാണ്. അത്തരത്തിൽ ശബ്ദം കൃത്യമായും ഉയർന്നു വന്നിട്ടുള്ളത്
രണ്ട് പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണ്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. നേരത്തെ തന്നെ അത്തരം ആരോപണമുണ്ടായിരുന്നു. സി കൃഷ്ണകുമാർ എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP സംസ്ഥാന അധ്യക്ഷന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, സന്തത സഹചാരിയാണ്. അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിച്ച് തന്നെയാണ് പരാജയത്തിന് കാരണമെന്ന തരത്തിൽ ദേശീയ കൌൺസിൽ അംഗം N ശിവരാജനും ഒപ്പം അവിടുത്തെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും ഒക്കെ പറഞ്ഞിരുന്നു. പലപ്പോഴായി വോട്ട് പിടിക്കുന്നതിന് വേണ്ടി പല വീടുകളിലും കയറി ഇറങ്ങിയപ്പോൾ സ്ഥാനാർത്ഥിയോടുള്ള അവമതിപ്പ് വ്യക്തമായിരുന്ന തരത്തിലൊക്കെ പറഞ്ഞു വെച്ചിരുന്നു. ഇവർക്കുള്ള ഒരു താക്കീത് കൂടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതെങ്കിലും ശബ്ദങ്ങൾ പാർട്ടിക്ക് മുകളിലേക്ക് ഉയർന്നു വന്നാൽ അത് കൃത്യമായും പരിശോധിക്കപ്പെടുമെന്ന്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വ്യക്തമായി ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ചേലക്കരയിൽ ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതാണ്, ചേലക്കരയിൽ വോട്ട് വിഹിതം വർദ്ധിക്കപ്പെട്ടത് 33,000 ഉയർന്നത്. ഏകദേശം 10,000-ലധികം വോട്ടാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭ്യമായിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. വയനാടിലുണ്ടായ വോട്ട് വിഹിത വർധനത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല. കേവലം പാലക്കാട്ടെ പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിന് അദ്ദേഹം സാധാരണഗതിയിൽ പറയുന്നത് പോലെ തന്നെ കൃത്യമായ ഒരു ഭാഷ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതിന് ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കോന്നി ഉപതെരഞ്ഞെടുപ്പുണ്ട്, ഒപ്പം നെയ്യാറ്റിൻകര, അത് കഴിഞ്ഞ് അരുവിക്കര, പിറവം, തൃക്കാക്കര തുടങ്ങിയ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും അവിടെ എങ്ങും തന്നെ കാര്യമായ തരത്തിൽ BJPക്ക് വലിയ മുൻതൂക്കം ലഭിച്ചില്ല. വോട്ട് വിഹിതം കൂടിയിട്ടില്ല. പഴയതിൽ നിന്ന് കുറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ടാണ് കെ സുരേന്ദ്രൻ തന്റെ വാർത്താ സമ്മേളനം മുന്നോട്ട് പോയതെങ്കിലും അദ്ദേഹം ഒരു കാര്യം ഉറപ്പാണ്, തന്റെ രാജ്യസന്നദ്ധത നേരത്തെ തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നമുക്കറിയാൻ കഴിയുന്നു. കാരണം നേരത്തെ തന്നെ അറിയാമായിരുന്നു, പാലക്കാട് ഒരു വലിയ തരത്തിലെ വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അത് തനിക്കെതിരെ ചൂണ്ടപ്പെടുന്ന വിരലുകളുടെ എണ്ണം കൂടും എന്നുള്ളത് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് അദ്ദേഹം കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തി. പ്രത്യേകിച്ചും പ്രകാശ് ജാവദേക്കറുമായി അദ്ദേഹം ചർച്ച നടത്തിയുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷനെ മാറ്റിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. പ്രത്യേകിച്ചും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അതെല്ലാം തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിശ്വാസവും. എങ്കിൽ തന്നെയും ഒരു ഏകാധിപതിയെ പോലെ കെ സുരേന്ദ്രൻ ചിലപ്പോഴൊക്കെ പെരുമാറുന്ന തരത്തിലുള്ള ആക്ഷേപം വ്യാപകമായി പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ചില നീക്കങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന നിർദ്ദേശവും പല നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന്റെ ഒരു ശബ്ദമായിരുന്നു നമ്മൾ കേട്ടത്. പാർട്ടി ദേശീയ കൌൺസിൽ അംഗമായ N ശിവരാജൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ ഈ തോൽവിയെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായ തരത്തിൽ പാർട്ടിയിൽ ഒരു പരിശോധന ഉണ്ടാകും, അത് ഉറപ്പാണ്. ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടായെങ്കിൽ അത് പരിശോധിക്കാൻ പാർട്ടി തയ്യാറാവുകയും ചെയ്യും. കാരണം സുരേന്ദ്രൻ തന്റെ അഭിപ്രായം മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. മാത്രവുമല്ല, തൃശൂർ പോലുള്ള ഒരു സ്ഥലം പാർലമെന്റ് മണ്ഡലത്തിൽ അവിടെ BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാൻ കഴിഞ്ഞതിന്റെയൊക്കെ അവകാശവാദം ഒരു പക്ഷേ പാർട്ടിക്ക് മുന്നിലേക്ക് കെ സുരേന്ദ്രന് വെക്കാൻ കഴിയും. കാരണം ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. കേവലം ഒരു പാലക്കാടിന്റെ വിഷയത്തിൽ മാത്രം ഒരു രാജി എന്നുള്ള കാര്യത്തിൽ കേന്ദ്രം അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അവിടെയും ഒരു കാര്യം അദ്ദേഹം വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. എല്ലായ്പ്പോഴും പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും പ്രസിഡന്റുമാർക്ക് അല്ലെങ്കിൽ തനിക്കെതിരെ അല്ലെങ്കിൽ പ്രസിഡന്റിന് നേരെയാണ് എല്ലാവരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയം വിജയം ഉണ്ടാകുമ്പോൾ ആ വിജയത്തിന്റെ പകിട്ട് മറ്റു ചിലർക്ക് ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന പതിവുമുണ്ട് എന്ന തരത്തിലേക്ക് പറയുന്നു. ഒപ്പം ശോഭാ സുരേന്ദ്രനെതിരെ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ആ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എവിടെയെങ്കിലും വോട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടോ എന്ന് ചോദിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രനെയും ന്യായീകരിച്ചുകൊണ്ട് അത്തരത്തിലൊരു നീക്കം നടന്നിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശക്തിയോടുകൂടി പ്രചരണ രംഗത്തുണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു പറഞ്ഞു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആരെയും നോവിക്കാതെയും എന്നാൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞും ആണ് കെ സുരേന്ദ്രൻ തന്റെ വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയത്. ഒപ്പം അദ്ദേഹം ചില സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളിലേക്ക് കൂടി അദ്ദേഹം ശ്രദ്ധയിൽ സംസാരിക്കുകയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുനമ്പം പോലുള്ള മേഖലകളിൽ BJP ആ സമരത്തിന്റെ പിന്നാലെ ഉണ്ട്. അത് ശക്തമായ തരത്തിൽ അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മുനമ്പം വിഷയം, ഇതുമായി വഖഫുമായി ബന്ധപ്പെട്ട ബില്ല് പാർലമെന്റിലേക്ക് വരുമ്പോൾ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കാണണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ തന്നെയും BJPക്ക് അകത്തുള്ള അതൃപ്തി അത് അദ്ദേഹത്തിന് അറിയാം. അത് മറനീക്കി പുറത്തു വരാത്ത രീതിയിൽ കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷ കെ സുരേന്ദ്രനുണ്ട്. എന്തായാലും തന്നെ വരുന്ന ദിവസങ്ങളിലുള്ള സംസ്ഥാന സമിതി യോഗത്തിലൊക്കെ തന്നെ ഇത് ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. കാളിദാസൻ.